Hello. എക്സ്ട്രാ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഹാൻഡ് എംബ്രോയിഡറി സാരി കാണിക്കാനായിട്ടാണ്. നമ്മൾ നേരത്തെ നമുക്ക് ഓർഡർ വന്ന പ്രകാരം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് 65 വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു നമ്മുടെ ഡിസ്പാച്ച് ടൈം. നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി സാരീസിന് ഇപ്പം നമുക്ക് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്, ഫിസിക്കൽ ഇഷ്യൂസ് ഒക്കെ കാരണം. നമ്മുടെ നേരത്തെ ഓർഡർ തന്നവരുടെ ഓർഡേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ 65 ഡേയ്സിൽ കൂടുതൽ ടൈം എടുത്താണ് നമ്മളിപ്പോൾ കറന്റ് ഡിസ്പാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രകാരം നമുക്ക് നേരത്തെ വന്നൊരു ഓർഡറാണ് നമ്മളിപ്പോൾ ഈ ഒരു ഡിസ്പാച്ച് ടൈം ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ വീഡിയോ ആ ഒരു ഓർഡറിൽ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്തൊരു സാരിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. നമ്മൾ ഈ ഹാൻഡ് എംബ്രോയിഡറിയുടെ സാരീസിന്റെ പുതിയ ഓർഡേഴ്സ് നമ്മൾ വീണ്ടും പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ പുതിയ ഓർഡേഴ്സ് എടുക്കുന്നതിനെ കുറിച്ച് ഒത്തിരി എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ സാരീസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഒത്തിരി എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട്. പുതിയ സെയിം പാറ്റേൺ ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു സാരി കാണാം. അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു സിൽക്കി കോട്ട സാരിയാണ്. ഇത് നമ്മുടെ പീച്ച് ഷെയ്ഡിൽ വന്നിരിക്കുന്ന സിൽക്കി കോട്ട സാരി. നമ്മൾ പ്ലെയിൻ സാരീസിൽ കാണിച്ചിട്ടുള്ള കളറാണ്. അപ്പൊ നമ്മൾ പ്ലെയിൻ സാരീസിൽ കാണിച്ചപ്പോൾ അതിൽ വർക്ക് ചെയ്ത് തരണം എന്ന് പറഞ്ഞ പ്രകാരം ഓർഡർ പ്രകാരം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് ഓൾറെഡി നമുക്ക് കസ്റ്റമർ തന്നൊരു ഡിസൈൻ ആണ്. നമ്മൾ അത് പ്രകാരം തന്നെ ചെയ്തെടുത്തിരിക്കുന്ന സെയിം ആയിട്ട്. കളർ കോമ്പിനേഷൻ മാത്രമേ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇതിനകത്ത് പീച്ച് ആയതുകൊണ്ട് തന്നെ കുറച്ച് നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൂവിന്റെ ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ട്, അതായത് ബ്ലൂവിന്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നേവി ബ്ലൂ ത്രെഡും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, മിക്സ്ഡ് ആയിട്ട് യൂസ് ചെയ്തിട്ട്. അതുപോലെ ഗ്രീൻ ആണെങ്കിൽ നമ്മൾ 2-3 ലീവ്സ് ഒക്കെ ലൈറ്റ് ഗ്രീൻ വെച്ചും കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ സ്റ്റെമ്മും ലീഫും ഒക്കെ ഡാർക്ക് ഗ്രീൻ വെച്ച് ചെയ്തിരിക്കുന്ന പോലെ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ലീവ്സ് ഒക്കെ ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ടും അതുപോലെ ഇതിനകത്ത് ബഡ്സ് പോലെ ഈ ഒരു ഫ്ലവർ പാറ്റേൺ വന്നിരിക്കുന്നത്. ആ ബഡ്സ് ഒക്കെ നമ്മൾ ബുള്ളിൻ നോട്ട്സ് വെച്ചിട്ട് 2 ബുള്ളിൻ നോട്ട് ഇങ്ങനെ വരുന്നത് പോലെ ആ ഒരു ബഡ് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഒരു കളർ കോമ്പിനേഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ ഒരു ബ്ലൂവിന്റെ ഷെയ്ഡ്സ് ഒക്കെ കൂടെ പീച്ചിൽ വരുമ്പോഴത്തേനും നല്ല ഹൈലൈറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കും. അതുപോലെ നമുക്കറിയാലോ, ഫ്രഞ്ച് നോട്ട്സ് ഒക്കെ ആണെങ്കിലും ബുള്ളറ്റ് നോട്ട്സ് ഒക്കെ ആണെങ്കിലും ഒരു 3D ഇഫക്റ്റ് ഉള്ള ഡിസൈൻസ്. അതായത് നമുക്ക് കുറച്ചൊന്ന് ബൾജ് ചെയ്ത് കാണുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു 3D ഇഫക്റ്റ് ആയിട്ട് കുറച്ചുകൂടി നാച്ചുറൽ ലുക്ക് വരുന്ന പോലത്തെ ഫ്ലവർ ഡിസൈൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ ബുള്ളറ്റ് നോട്ട്സ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് കാണാനായിട്ട് നല്ല ഭംഗിയായി. ഇതിന്റെ പല്ലു പോർഷൻ ആണ്. പല്ലു പോർഷനിൽ ഈ ഒരു സിംഗിൾ ഡിസൈനേ കൊടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഈ സെയിം ഡിസൈൻ 2 എണ്ണം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നോർമലി നമ്മൾ സാരീസിൽ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു സാരിയിലും ചെയ്തെടുത്തിരിക്കുന്നത്. മുന്താണി പോർഷനിൽ ഒരു ഡിസൈനും ചെസ്റ്റ് പോർഷനിൽ 2 ഡിസൈനും അതുപോലെ നമ്മുടെ റൈറ്റ് ലെഗ് പോർഷനിൽ ഒരു ഡിസൈനും വരുന്നത് പോലെ നമ്മൾ നോർമലി ചെയ്തെടുത്തിരിക്കുന്ന സാരി, അതായത് സാധാരണ നമ്മൾ നോർമലി വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ വരുന്ന പോലത്തെ ഒരു സാരിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാവുന്ന പോലെ സിൽക്കി കോട്ട ഫാബ്രിക്കിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന സിൽക്കി കോട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ചെക്കോട്ട സാരീസിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റ് ആണ്, അത്രേ ഉള്ളൂ. എന്നാലും ഈ പറഞ്ഞ നമ്മൾ ഫ്ലീറ്റഡ് ആയിട്ട് കൊടുക്കുമ്പോഴത്തേനും അത്ര ഇഷ്യൂസ് വരത്തില്ല, അത്ര ട്രാൻസ്പെറന്റ് ആയിട്ടൊന്നും വരത്തില്ല. എന്നാലും ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ട്, കൂടുതലും ഈ പറഞ്ഞ സിൽക്കി കോട്ട മെറ്റീരിയൽ വരുന്ന കളേഴ്സ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് കൂടുതലും കിട്ടുന്നത് സിൽക്കി കോട്ട സാരീസ്. നമുക്ക് പ്ലെയിൻ സാരീസ് ഒക്കെ ആയിട്ടാണെങ്കിലും ഒത്തിരി എൻക്വയറീസ് വരുന്നതാണ് ഈ ഒരു സിൽക്കി കോട്ട മെറ്റീരിയലിന്. നമ്മുടെ കോട്ടൺ ചെക്കോട്ട പോലെയല്ല, ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. സിൽക്കി കോട്ട എന്ന് പേരുണ്ടെങ്കിലും സിൽക്ക് പോലെ അത്രയും ഷൈനിങ്, അത്രയും ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ഒന്നും അല്ല. അതുപോലെ അത്രയും ഒരു ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നും അല്ല. കുറച്ചൊരു സ്റ്റിഫ്നെസ് ഒക്കെ ഉള്ള മെറ്റീരിയൽ തന്നെയാണ്. ആ ഒരു മെറ്റീരിയൽ കോട്ട ഫാബ്രിക്കിൽ വരുന്ന സിൽക്കി മെറ്റീരിയൽ ആണെന്നേ ഉള്ളൂ. ഈ സിൽക്കി കോട്ട എന്ന് പറഞ്ഞിട്ട് തന്നെ, കോട്ട സിൽക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ വേറൊരു മെറ്റീരിയൽ പറയാറുണ്ട്. നൈലോൺ കോട്ടയ്ക്കും അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇത് പ്രോപ്പർ സിൽക്കി കോട്ട, സൂപ്പർ നെറ്റ് എന്നൊക്കെ പറയുന്ന സിൽക്കി കോട്ട മെറ്റീരിയൽ ആണ്. നല്ല ഭംഗിയായിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഡിസൈൻ വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നെക്സ്റ്റ് ഇതിന്റെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ റൈറ്റ് ലെഗ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിൽ വരുമ്പോഴത്തേനും ഇതുപോലെ വെർട്ടിക്കൽ ആയിട്ടാണ് ഇതിനകത്ത് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ പോലെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. എന്നാലും ബുള്ളിൻ നോട്ട്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയമൊക്കെ എടുത്ത് നമുക്ക് ചെയ്യേണ്ട വർക്കാണ്. നമ്മൾ നോർമൽ സ്റ്റിച്ച് ലേസി പോലത്തെ സ്റ്റിച്ചസ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ അത്രയും എളുപ്പത്തിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബുള്ളിൻ നോട്ട്സ് ആയതുകൊണ്ട് തന്നെ അതും ഇത്രയും ലോങ് ബുള്ളിൻ നോട്ട്സ് നമ്മൾ ഇടുമ്പോഴത്തേനും അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ട് നമ്മൾ സമയം എടുത്ത് ചെയ്ത വർക്കാണ്. ഇത്രയും നിറച്ചും ഈ ബുള്ളിൻ നോട്ട്സ് ഉള്ള ഫ്ലവേഴ്സ് ഇതിനകത്ത് അത്യാവശ്യം നിറച്ചും ഇത്രയും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒത്തിരി സമയം എടുത്താണ് നമ്മൾ ഈ ഓരോ ഫ്ലവേഴ്സും ചെയ്ത് തീർക്കുന്നത്. 4 ഡിസൈനേ ഉള്ളെന്ന് പറഞ്ഞാലും അത്യാവശ്യം സമയം എടുത്ത് നമ്മൾ ചെയ്തൊരു സാരിയാണ്.
അപ്പൊ ഈ കാണിച്ച സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ മിഷൻ എംബ്രോയിഡറി കളക്ഷൻസ് ആണെങ്കിലും ഹാൻഡ് പിക്ക് കളക്ഷൻസ് ഒക്കെ ആണെങ്കിലും നമ്മൾ വരും വീഡിയോസിൽ പുതിയ സാരീസ് കാണിക്കുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.